കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയെ ഇപ്പം കാണാനില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭർത്താവ് പറയുകയാണ്, ഒരു വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ടിട്ട് പറയുന്നത്, ഞാനിപ്പോൾ ജയ്പൂരിലാണുള്ളത്, അവർ ഓടിപ്പോയി, അവരെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഞാൻ അടുത്ത ജോധ്പൂരിലേക്ക് പോവുകയാണ്, അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വിവാദമായിരിക്കുന്നു. പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. ഫർമാൻ ഖാൻ എന്നാണ് ആ പയ്യൻ്റെ പേര്. അപ്പോൾ പോക്സോ കേസ് എടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ. അയാൾ പ്രതിയായിരിക്കുകയാണ്. ഇവിടുത്തെ പല നേതാക്കളും കൊടുക്കുമെന്നിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതാവുന്നു. വളരെ ദുരൂഹമാണ്, എവിടെ പോയി എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ കാണാതാവുന്നത്? ആരെ ഭയപ്പെടുത്തുന്നുള്ളതാണ് പ്രശ്നം, പൊതുസമൂഹത്തെ. പക്ഷേ ഒരു കാര്യമുണ്ട് സാർ, ഇത് എങ്ങോട്ട് കടത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് വരും. കാര്യം ഇതിപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പം ഈ പെൺകുട്ടി രാജ്യം മുഴുവൻ അറിയപ്പെടുന്നൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ നടന്ന സംഭവങ്ങൾ, വിവാഹം, കേരളത്തിൽ നടന്ന വിവാഹം, അപ്പോൾ അത് അവരുടെ വിവാഹത്തിലൂടെ രാജ്യം ശ്രദ്ധിച്ചത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 2 മതങ്ങളുടെ സാന്നിധ്യമാണ്. അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം. ആ മതങ്ങളുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ കാരണം ഇവിടുത്തെ പുരോഗമനത്തിൻ്റെ കുത്തകാവകാശം എന്ന് പറയുന്നത് ഇവിടുത്തെ CPM-ൻ്റെ ആണല്ലോ. കാര്യം കേരളത്തിലെ പുരോഗമനം എന്ന് പറഞ്ഞാൽ CPM എന്നുള്ളതാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഏതാണ്ട് അവർ അത് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിലും വിജയിച്ചു പോയി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തും ഈ പുരോഗമനം കണ്ടിട്ട് ആണ് ഈ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി സെക്രട്ടറി, പിന്നെ മന്ത്രി ശിവൻകുട്ടി, MP A റഹീം, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലും കാർമ്മികത്വത്തിലും കാരണവത്വത്തിലുമാണ് ഈ വിവാഹം നടന്നത്. അപ്പോൾ ഇവിടെ അവർ ഒരു യുവതിയും യുവാവും എന്നുള്ളതിനേക്കാൾ ഉപരി അവർ ആ യുവതിയും യുവാവിലും കണ്ടത് മതങ്ങളെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഈ പുരോഗമനത്തിന് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പുരോഗമനമാണ് കേരളത്തിൽ മുഴുവൻ മനുഷ്യജീവിതത്തെ നശിപ്പിച്ച് അശകോശയാക്കി മാറ്റിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ആ നിതിൻ രാജ് എന്ന് പറയുന്ന ആ കുട്ടി, ആ കുട്ടി പോലും ഈ രീതിയിലേക്ക് ഒരു അവഹേളനവും അപമാനവും ഒക്കെ ഏറ്റുവാങ്ങി ആ കുട്ടിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പുരോഗമന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ പുരോഗമന അന്തരീക്ഷത്തിൽ ഒരു യുവാവിനെയും യുവാക്കളായിട്ടോ അല്ലെങ്കിൽ യൗവനത്തിലുള്ള 2 വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നില്ല, മറിച്ച് 2 ജാതിയിലൂടെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവരെയും ജാതിയിലൂടെ നോക്കുമ്പോഴാണ്, അപ്പം ഞാൻ എൻ്റെ ജാതി ഇന്നതാണെന്നുള്ള നല്ല ഉറച്ച ബോധ്യത്തിൽ നിന്ന് മാത്രമേ എനിക്ക് മറ്റൊരാൾ വേറൊരു ജാതിയിൽപ്പെട്ടാണെങ്കിൽ അയാളങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഈ ജാതി വിവേചനവും ജാതി വ്യത്യാസവും ഒക്കെ വളരെ ശക്തമായി വരുന്നത്. കേരളത്തിലെ പുരോഗമനം ഈ രീതിയിലാണ് ജാതി വ്യവസ്ഥയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ വിചാരിക്കുന്നത് എന്താണ്? ഇങ്ങനൊരു സംഭവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഹിന്ദു മുസ്ലിം അതിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും വലിയ പുരോഗമനം. പക്ഷേ ഇത് വിഡ്ഢിത്തമാണ്. ഈ വിഡ്ഢിത്തമാണ്, അതിൻ്റെ ഇരകളാണ് നിതിൻ രാജൊക്കെ. കാര്യം ഒരു ജാതിബോധം എന്നുള്ള സംഗതി അവിടുത്തെ ഒരു അധ്യാപകനിൽ, വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകനിൽ രൂഢമൂലമായി നിൽക്കുന്നു. കാര്യം വിദ്യാഭ്യാസമുള്ള വ്യക്തിയിൽ പോലും സംസ്കാരം പ്രതിഫലിക്കുന്നില്ല. സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അബോധപൂർവമായിട്ട് നമ്മളെ സ്വാധീനിക്കേണ്ട ഘടകമാണ്. ഈ അബോധപൂർവമായി നമ്മളെ സ്വാധീനിക്കുന്നത് ബോധപൂർവമായ നമ്മളെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് അത് സംസ്കാരമായി മാറുന്നത്. മറിച്ച് ഞാൻ പുരോഗമനമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കി ഇന്ന വാക്കേ സംസാരിക്കാവൂ, എന്നിട്ട് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഞാൻ പുരോഗമനക്കാരനായിട്ട് മറ്റുള്ളവൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇന്ന രീതിയിൽ സംസാരിക്കും. ഇത് യാന്ത്രികമാണ്. ഈ യാന്ത്രിക സംസ്കാരത്തിനിടയിലാണ് ഈ പറഞ്ഞതുപോലുള്ള ഈ കേരളത്തിൽ ഈ യാന്ത്രികമാണോ വ്യാജമാണോ? വ്യാജമാണ്. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ അമ്മയെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആലോചിക്കുന്നില്ല, ഓ അമ്മ, സ്ത്രീ, അമ്മ എന്ന് പറയുന്ന പോലെ എന്നെ പ്രസവിച്ച വ്യക്തി, അപ്പോൾ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം, അതിന് ഇന്ന പവിത്രത വേണം എന്നൊക്കെ കണ്ടിട്ടാണോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നത്? അമ്മയുടെ ഒരു ഛായ കണ്ടാൽ മതി അല്ലേ? ഉറക്കത്തിൽ നമ്മൾ അവ്യക്തമായ ഒരു രാത്രിയിൽ പോലും നമ്മൾ അമ്മയുടെ നിഴലുള്ള തിരിച്ചറിയും.
അത് അബോധപൂർവമായി വരുന്നത്. പക്ഷേ ആ അമ്മ എന്നുള്ള വിളി എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ വിളിയാണ്. ആ ബോധപൂർവമായ വിളിയിൽ ആ അബോധപൂർവമായ ഒരു വലിയ സംസ്കാരം മുഴുവൻ 100 വയസ്സായ മകനാണെങ്കിൽ പോലും ഒരമ്മയെ 115 വയസ്സായ ഒരു അമ്മയെ വിളിക്കുന്നതായിരിക്കട്ടെ, അവിടെ പോലും ആ സംഗതിയാണ് കയറി. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പുരോഗമനക്കാർ പറയുന്നത് പോലെ മതേതരത്വം ഞങ്ങൾ നോക്കിയിട്ട് അതൊന്നും അല്ല. അത് വൈകൃതമാണ്. ആ വൈകൃതത്തിൻ്റെ ഇരയാണ് നിതിൻ രാജ് എന്ന് പറയുന്ന സംഗതി. ആ വൈകൃതത്തിൻ്റെ മറ്റൊരു വിധത്തിൽ ഇരയാണ് അദ്ദേഹത്തിന് നിതിൻ രാജിനെ പീഡിപ്പിച്ച റാം, അതുപോലെ മറ്റൊരു ഡോക്ടർ സംഗീതയൊക്കെ പോലും. ഇവരെല്ലാവരും ഇരകളാണ്. ഈ പുരോഗമനം എന്ന് പറയുന്ന ഈ ഒരു സാംസ്കാരിക ഈ പറഞ്ഞതുപോലെ ഫലഭൂയിഷ്ഠതയിലാണ് ഈ വൈകൃതങ്ങളെല്ലാം തഴച്ചു വളരുന്നത്. ഇനിയും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നതിന് മാറ്റം വന്നില്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഒരു ഉദാഹരണമായിട്ടാണ് ഈ വിവാഹത്തെ നമ്മൾ കാണേണ്ടത്. ആ പുരോഗമന വിവാഹത്തിൽ നിൽക്കുമ്പോൾ ആ 3 പേരുടെയും മുഖത്തുള്ളൊരു ആർത്തി കാണണം. മനസ്സിലായില്ലേ? അത് ആർത്തിയാണ്. എന്താണ് ആർത്തി? ഞങ്ങൾ പുരോഗമനം, ഇന്ന് ജനങ്ങളെ ഞങ്ങളെ സ്വീകരിക്കൂ, ഞങ്ങളെക്കാൾ വലിയ പുരോഗമനക്കാർ ആരുണ്ട് എന്നുള്ള ആ ആർത്തിയാണ്. ആർത്തി എന്തിൽ നിന്നാണ് വരുന്നത്? എന്തിൽ നിന്നാണ് ആർത്തി വരുന്നത്? ആർത്തി ആഗ്രഹത്തിൽ നിന്ന്, ആഗ്രഹവും ഇല്ലായ്മയിൽ നിന്നാണ്, ദാരിദ്ര്യത്തിൽ നിന്നാണ് ആർത്തി വരുന്നത്. വിശക്കുന്നവൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഒറ്റ വിചാരമുണ്ടോ? അവൻ്റെ ഉള്ളിൽ മതേതരത്വമൊന്നും ഉണ്ടാവത്തില്ല. അവൻ്റെ മുമ്പിൽ ഭക്ഷണം. ആന്തരികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഈ ധനം എന്നുള്ളൊരു സംഗതി ഉണ്ടോ? അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല. കാര്യം എന്താ? അവരുടെ ഉള്ളിൽ ആന്തരികമായിട്ട് ഈ ദാരിദ്ര്യം പ്രവർത്തിക്കുകയാണ്. ദാരിദ്ര്യത്തെ ഉദാത്തവൽക്കരിച്ചിരുന്നു. അപ്പോൾ ദാരിദ്ര്യമുള്ളവൻ്റെ മനസ്സിൽ എപ്പോഴും ആർത്തി ഉണ്ടാവും. അത് എല്ലാത്തിനോടും ആർത്തിയായിരിക്കും, ധനത്തിനോട് ആർത്തി. അതുകൊണ്ടാണ് ഈ വലിയ ബുദ്ധിജീവികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം അടുത്ത് പോകാൻ പറ്റാത്തത്. അവിടെ ചെല്ലുമ്പോഴും അവർക്ക് ആർത്തി വരും. ആരും ഇല്ല, തൻ്റെ പുരോഗമന ഭാവം മറ്റാരും കാണാനില്ല, ഈ യുവതി മാത്രമേ ഉള്ളെങ്കിൽ ആ യുവതി ചിലപ്പം പലതും സംസാരിച്ചെന്നിരിക്കും, ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും നമുക്കൊന്നിച്ച് യാത്ര പോയാലെന്ന് ചോദിക്കും. ഇതൊക്കെ ഈ ആർത്തി കൊണ്ട് സംഭവിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസത്തിന് പോലും പ്രസക്തിയില്ല, കാരണം സംസ്കാരം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഫലമാണ് ശരിക്കും ഈ വിവാഹത്തെ നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. ഒരു യുവതിയും യുവാവിനെയും എങ്ങനെ കാണണം? അപ്പോൾ അവിടെ പിന്നെ ജാതിയും മതവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ജാതിയും മതത്തെയും കുറിച്ച് ചിന്തിക്കാതെ ഒരു യുവാവിന് ഒരു യുവതിയോട് അതുപോലെ തിരിച്ചും പ്രണയം തോന്നുന്ന അവസ്ഥയിൽ വിവാഹം കഴിക്കാം. മറിച്ച് ആ ഒരവസ്ഥ എത്താതെ ഈ 2 മതങ്ങളിൽപ്പെട്ട വ്യക്തികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം നരകതുല്യമായിരിക്കും. കാരണം ആദ്യത്തെ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ 2 സംസ്കാരങ്ങൾ പുറത്തേക്ക് വരും. ആ 2 സംസ്കാരങ്ങളെ സ്വീകരിക്കാൻ പറ്റത്തില്ല. വ്യക്തിയും പ്രണയമൊക്കെ പോയി, അപ്പോഴത്തേക്ക് വ്യക്തിയും പ്രണയം പോയി. മനസ്സിലായില്ലേ? മറിച്ച് ആ ഒരു തലത്തിലെത്തിയിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഒരു ഹിന്ദു മുസ്ലിമിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു സംസ്കാരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെ കൗതുകത്തോടെ നമുക്ക് കാണാൻ കഴിയും. അതിനകത്തുള്ള ഭംഗി കാണാൻ പറ്റും. അതുപോലെ തിരിച്ചും ഇപ്പോൾ 2 ഭംഗി കാണാൻ പറ്റും. അത് 2 സംസ്കാരങ്ങളാണ്, അതോടൊപ്പം തന്നെ 2 വ്യക്തികളാണ്. അവിടെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. മറിച്ച് സ്വഭാവപരമായിട്ട് പക്വതയില്ലാതെ, അതായത് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ മറ്റൊരാൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ആൾക്കാർ സംസാരിക്കാൻ ശ്രദ്ധിച്ച് നോക്കണം. ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. നമ്മൾ ഈ ചില ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെനിക്കിഷ്ടമല്ല. ഈ സംഭാഷണം ഒരു മിനിറ്റിനുള്ള സംഭാഷണത്തിനിടയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അതെനിക്കിഷ്ടമല്ല, ഇത് കേൾക്കാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഈ ഇഷ്ടമില്ലായ്മ മറ്റൊരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഇഷ്ടമില്ലാത്തതിനെ ആരെങ്കിലും സ്വീകരിക്കത്തില്ല, തിരസ്കരിക്കും. അത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലാകുമ്പോഴത്തേക്ക് ഈ തിരസ്കാരം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബാറ്റ് കൊണ്ട് ആദ്യം തട്ടിക്കളിക്കും, പിന്നെ ബാള് കാണത്തില്ല, ബാറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. ഇതാണ് ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വിവാഹ ബന്ധങ്ങൾ കൂടുതൽ ഡിവോഴ്സിലേക്ക് പോകുന്നു, അതേപോലെ തന്നെ പ്രണയിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നു. ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ പുരോഗമന ഈ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഗമനം എന്നുള്ളത് പുറത്ത് മാത്രമുള്ള സംഗതിയാണ്. അകത്ത് മുഴുവൻ വൈകൃതങ്ങളാണ്. ഈ വൈകൃതങ്ങളെ മനോഹരമായ ഒരു എന്താ പറയുക,
മിനുക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പുരോഗമനം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വലിച്ചു കയറി എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. വൈകൃതങ്ങൾ ഓരോന്നിനെ നമ്മൾ നേരിട്ട് കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ വിവാഹത്തെ ഞാൻ ഇതിനെ കാണുന്നത്. കാര്യം ഒരു പെണ്ണിനെയും ചെറുക്കനെയും നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അവരുടെ ആദ്യം മതത്തെ കാണാതെ ആ യുവതിയെയും യുവാവിനെയും കാണാനുള്ള അവസരം വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ഇതേപോലുള്ള പുരോഗമനക്കാർ എക്കാലത്തും ഉണ്ടാവും. കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലും ഈ പുരോഗമനക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊടുങ്ങല്ലൂർ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, അവിടെ ഈ ശ്രീനാരായണ ഗുരു അവിടെ വിശ്രമിച്ചിരുന്ന സമയത്ത് കുറേ ഇതുപോലുള്ള പുരോഗമനക്കാർ, നമ്മുടെ ഗോവിന്ദ മാഷിനെയും ശിവൻകുട്ടിയും അതേപോലെ റഹീമിനെ പോലുള്ള ചില പുരോഗമനക്കാരും കൊണ്ടുവന്ന് ഒരു യുവാവിനെയും യുവതിയെയും ഗുരുവിനെ പരിചയപ്പെടുത്തി. ഗുരുവായി ഒരിപ്പോൾ വിവാഹിതരായിട്ടേ ഉള്ളൂ. യുവാവ് ഈഴവ സമുദായത്തിൽപ്പെട്ടയാളും യുവതി അരയ സമുദായത്തിൽപ്പെട്ട യുവതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു കേട്ടിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ചേർച്ച, കള്ളും മീനും നല്ല ചേർച്ചയാണ് എന്നാണ് ഗുരു പറഞ്ഞത്. കാര്യം മനുഷ്യജാതി ഒന്നേ ഉള്ളൂ എങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ഒരു യുവാവിനെയും യുവതിയും ഒരു യുവാവും യുവതിയും വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഉയരാതെ, ഇപ്പം മിശ്ര വിവാഹം എന്നുള്ള പ്രയോഗം അങ്ങേ അറ്റത്തെ തെറ്റാണത്. കാര്യം രണ്ട് ഘടകങ്ങൾ, രണ്ട് മൂലകങ്ങൾ ഉണ്ടെമ്പോഴല്ലേ മിശ്രം ഉണ്ടാവും, അല്ലേ? ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യജാതിയിൽപ്പെട്ട ഒരു യുവാവും യുവതിയും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് മിശ്ര വിവാഹം ഉണ്ടാവുന്നത്? സാമാന്യ ബുദ്ധിയില്ലേ? മറിച്ച് ഒരു ഒരു മനുഷ്യജാതിയിൽപ്പെട്ട ഒരു യുവാവ് ഒരു പെൺപട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മിശ്ര വിവാഹമാണ്, അല്ലേ? ഒരു പെൺ കഴുതയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മിശ്ര വിവാഹം. ഒരു ആൺ കഴുത ഒരു മനുഷ്യജാതിയിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതും മിശ്ര വിവാഹമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പുരോഗമനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മിശ്ര വിവാഹം എടുത്ത് കാണിക്കുന്നത്. ആ പ്രയോഗം തന്നെ മിശ്രം എന്ന് പറയുമ്പോൾ രണ്ട് ജാതി ഉണ്ട് എന്നുള്ളതിൻ്റെ അടിച്ചുറപ്പിക്കലാണെന്നറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും മലയാളി എന്ന് പറയുന്ന ഈ പുരോഗമന ബുദ്ധിജീവിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ഭയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ മുൻപ് പല പെൺകുട്ടികളും ഇവിടെ നിന്ന് കടത്തപ്പെടുകയും, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പെൺകുട്ടി കടത്തപ്പെട്ട് അവസാനം സിറിയയിൽ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി, ഈ പറയുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ മാറുന്നതാണ് നമ്മുടെ ഈ ഭയത്തിന് കാരണമായിട്ടിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അന്തരീക്ഷം അതാണ്. ഇപ്പം ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു യുവാവും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സംശയം സ്വാഭാവികമായിട്ട് ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവും. മുൻ മാതൃക കണ്ടിട്ട് മനസ്സിലായില്ലേ? അത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇന്നത്തെ നമ്മുടെ മുഖ്യധാര ചർച്ചാ വിഷയം ഇതാണ്. ഇപ്പം ലവ് ജിഹാദ് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ഒരാഴ്ച നമ്മുടെ മലയാളി ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നുണ്ടോ? ദിവസം കടന്നു പോകുന്നില്ല. അപ്പം ഇതെപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത് പോലുള്ള ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകും. മനുഷ്യ സഹജമാണ് സാധനം. അത് അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അവിടെയാണ് ഈ ഭയം വരുന്ന സംഗതി. അപ്പം അത് ഇപ്പം ഈ യുവാവ് പറയുന്നു തൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന്, അല്ലേ? അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ച വ്യക്തിയാണല്ലോ. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അല്ലേ? അപ്പോൾ ഈ യുവതിയെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണാനില്ലാത്ത യുവതിയെ തിരക്കിയിട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്തിട്ട് ജോധ്പൂരിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഓടിപ്പോയി എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓടിപ്പോയ ഒരു യുവതി, ആ യുവതി എവിടെയെങ്കിലും ജോധ്പൂരിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ വീണ്ടും പല സംശയങ്ങളിലേക്കും കിടക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ നന്നായി മുതലെടുക്കാനായിട്ട് ഇങ്ങനെ ആർത്തിപൂർവ്വം കാത്തു നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കൈകളിലേക്ക് ഇത് എത്തപ്പെടുന്നുണ്ടോ, ഈ വിഷയം എത്തപ്പെടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഇതിനകത്ത് ഇനി അന്തർലീനമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ യുവതിയെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്തെല്ലാം ആശയങ്ങളും ഐഡിയകളും അല്ലെങ്കിൽ ഈ തിയറികളും ഒക്കെ ഇനിയിപ്പം പൊന്തി വരും. അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഈ സമൂഹത്തിൽ കിടന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതനുസരിച്ച് നമ്മുടെ ഈ അന്തരീക്ഷം ഇങ്ങനെ എന്താ പറയുക, വൈകൃതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പുരോഗമനം എന്ന് പറയുന്ന ഈ വൈകൃതത്തിനെ മൂടിയ സംഗതി,
അതിനെ നമ്മൾ പൊളിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തിലൂടെയെങ്കിലും കാര്യം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരു യുവതി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു മനസ്സ് കേരളത്തിലെ പുരോഗമനക്കാർക്കുണ്ടാവണം. തീർച്ചയായും അതില്ലാത്തതിൻ്റെ ഒരു ഫലമാണ് ഈ വിഷയങ്ങളൊക്കെ നാം നേരിടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് വെച്ചിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു.